പറഞ്ഞാൽ മറിയെ അവർ ആരാധിക്കുന്നു എന്നത് എൻ്റെ ആ ടെർമിനോളജിയിലെ പ്രശ്നമാണോ, അല്ലെങ്കിൽ വണക്കമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ ചെയ്യുന്ന രൂപത്തിലുള്ള മറിയ വിധേയത്വം, ആകാശരാജ്ഞി എന്ന വണക്ക, അമലോത്ഭവ എന്ന ബഹുമാനം ഏതെങ്കിലും അപ്പോസ്തലൻ നൽകിയിട്ടുണ്ടോ? അല്ല, യേശു നൽകിയിട്ടുണ്ടോ? യേശു ജീവിതത്തിൽ ഒരിക്കൽ പോലും തൻ്റെ അമ്മയായ മറിയെ അമ്മേന്ന് വിളിച്ചിട്ടില്ല. വിളിച്ചത് ഗുനൈ അഥവാ സ്ത്രീയെ എന്നാണ്. ഗുനൈ അല്ല, ഈ ഗൈനക്ക് എന്ന പദം പിറക്കുന്നത് തന്നെ ഗുനൈ, സ്ത്രീയെ എന്നാണ് വിളിക്കുന്നത്. കന്യകയ്ക്ക് ചേരാത്തൊരു പേരാ യേശു വിളിക്കുന്നുള്ളൂ. കാരണം യേശുവിന് അനിയന്മാരുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പഴയ കന്യക എന്നല്ല വിളിക്കുന്നത്, നിത്യ കന്യക എന്ന് വിളിക്കുന്നത്. അതിലും വലിയ തെറ്റേ. കാരണം എന്താ? കാരണം വളരെ വ്യക്തതയോടുകൂടി പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 1:25 പറയുകയാണ്, അതുവരെ യോസഫ് ജനിക്കുന്നത് വരെ യേശു മറിയെ യോസഫ് പരിഗ്രഹിച്ചില്ല, അവളെ അറിഞ്ഞില്ല, ഗിനോസ്കൈ ചെയ്തില്ല, അറിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം നമുക്കറിയാലോ, ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടില്ല. അതിനൊരു ബദൽ ജേക്കബ് കട്ടക്കൽ അച്ഛൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ കണ്ടു, മീകൾ മരണം വരെ അവൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല, അത് കഴിഞ്ഞ് പ്രസവിച്ചെന്നാണോ? അല്ല, അങ്ങനെ ഞാനും കുറേ അങ്ങോട്ട് തരാം. പത്രോ സംസാരിപ്പാൻ വായി തുറന്നു, പിന്നെ അടച്ചില്ലെന്നല്ലല്ലോ, പിന്നെ അടച്ചില്ലെന്നല്ല. അങ്ങനെ വന്നാൽ നമ്മുടെ മുമ്പിൽ ഇതൊക്കെ തീരുന്ന പരിപാടിയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് വരുന്നെങ്കിൽ സാമാന്യ മനുഷ്യറിയില്ലേ, അതുവരെ പരിഗ്രഹിച്ചില്ല എന്ന വാക്യം അനവസരത്തിലല്ലേ അതിനകത്ത്? ഒന്ന് ഓർത്ത് വയ്ക്കുക ആ ഒരു പദം. ഒരാൾ പറയാ പരിശുദ്ധ അമ്മയെ ആക്ഷേപിക്കരുത്, എന്താ മക്കളുണ്ടെന്ന്. ഇവിടെ മക്കളുണ്ടാകുന്ന ആക്ഷേപമാണെങ്കിൽ ഞങ്ങൾ 5 പേരുണ്ട്, എൻ്റെ അപ്പനും അമ്മയ്ക്കും. ആക്ഷേപമാണോ? കത്തോലിക്കൽ എത്ര കോടി മനുഷ്യരുണ്ട്, ഇതിൽ ആക്ഷേപമാണോ? അപ്പനും അമ്മയ്ക്കും മക്കളുണ്ടാകുന്ന ആക്ഷേപമല്ല, അത് അഭിമാനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതുകൂടി പറഞ്ഞ് മേരിയോളജിയുടെ അശാസ്ത്രീയത നിങ്ങളൊന്ന് വിശദീകരിച്ച് തരിക. ഞങ്ങൾ പറയുന്നു ഇത് അപ്പോസ്തോലികമല്ല, ഇത് വേദപുസ്തക അധിഷ്ഠിതമല്ല, ഒരപ്പോസ്തലനും ചെയ്യാത്ത കാര്യം. അതുകൊണ്ട് ആരാധനയും വണക്കവും തമ്മിലുള്ള നിങ്ങൾ പറഞ്ഞ വ്യത്യാസം നമ്മൾ അംഗീകരിച്ചു. ഇതിൻ്റെ മാതൃക ഒന്ന് പറഞ്ഞു തരൂ, അപ്പോൾ വിഷയം തീർന്നു. ാണ് ശരി, പക്ഷേ അതിന് മുമ്പേ ആ തിയോളജിയാണ് ശരിയാകേണ്ടത്. അതുകൊണ്ട് വണക്കം എന്ന് പറയുന്നത് ബഹുമാനത്തിൻ്റെയും, പ്രോസ്കുനിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരാധനയുടെയാണ്. അപ്പം നിങ്ങൾ പ്രോസ്കുനിയ തന്നെയാണ് തത്വത്തിൽ ചെയ്യുന്നത്. അതിൻ്റെ കാരണമാണ് ഒരാൾ യേശുവിനെ ആക്ഷേപിച്ചാലും സുവിശേഷങ്ങളെ തെറ്റായി പഠിപ്പിച്ചാലും ഉണ്ടാകാത്ത വികാരം മറിയെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്നു. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വൈകാരിക പ്രശ്നം. അവിടെ വരുന്നത് എന്തുണ്ടാ? സർവ്വത്തിനും കാരണഭൂതനായി രക്തമൊഴുക്കി നമുക്ക് വീണ്ടെടുപ്പ് നിർവഹിച്ച മറിയയുടെ കൂടെ രക്ഷയ്ക്ക് കാരണഭൂതനായി ക്രൂശിൽ പിടഞ്ഞു മരിച്ചവനെ കുറിച്ച് പറയുമ്പോൾ ഇല്ലാത്ത ആവേശം മറിയയ്ക്ക് വരുമ്പോൾ എങ്ങനെ വരുന്നു? അത് തന്നെ ആരാധന. ഓക്കെ, മറിയത്തിന് വേറെ മക്കളുണ്ടെന്ന് പറയുന്നതിൽ 4 മക്കളാണ് പ്രധാനമായിട്ട് പറയുന്നത്. പെൺമക്കളുടെ പേര് പറയുന്നില്ല. അതൊരു സംവാദമായിട്ട് തന്നെ നമ്മളിവിടെ അവതരിപ്പിക്കാം. മറിയത്തിന് മക്കളില്ലെന്ന് ബൈബിളിൽ നിന്ന് ഞങ്ങൾ തെളിയിച്ചു തരാം. ഇതിൽ ആദ്യത്തെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഗലാത്യ ലേഖനത്തിന് 1:14 നമ്മൾ കാണുന്നുണ്ട്. നോക്ക്, കർത്താവിൻ്റെ സഹോദരനും അപ്പസ്തോലനുമായ യാക്കോബിനെ അല്ലാതെ വേറെ ആരെയും ഞാൻ അവിടെ കണ്ടില്ല. കർത്താവിൻ്റെ സഹോദരനും അപ്പസ്തോലന്മാരെന്ന് പറയുന്നതിൽ 2 യാക്കോബന്മാരുള്ളൂ. ഒന്ന് സെബദി പുത്രനാണ്, ഒന്ന് ഹൽപ്പയുടെ പുത്രനാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചു, രണ്ടാമത്തെ ചോദ്യം ഇതാണ്, മറിയത്തിൻ്റെ ഉദരത്തിൽ ഭ്രൂണമായിട്ടാണോ അല്ലെങ്കിൽ വചനമായിട്ടാണ് ജനിച്ചതെങ്കിൽ ആ ജനിച്ച സമയത്ത് ഈ ദൈവവചനം അല്ലെങ്കിൽ ദൈവം ആയിരുന്നോ അതോ മനുഷ്യനായിരുന്നോ? ചോദ്യം എന്ന് പറഞ്ഞാൽ മറിയത്തിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ യേശു ദൈവപുത്രനാണോ ഇനി മനുഷ്യനാണോ? യേശു എക്കാലഘട്ടത്തിലും ദൈവമാണ്. യേശുവിൻ്റെ ദൈവത്വം നിരാകരിക്കുന്ന ഒരു നിമിഷം അവനിലില്ല. ഹൈപ്പോസ്റ്റാറ്റിക് നേച്ചർ, അത് അങ്ങനെ പറയുന്നത് തെറ്റിദ്ധരിക്കല്ലേ. ചില പദങ്ങൾ അങ്ങനെ പറഞ്ഞേ പറ്റൂ. തനിമയുള്ളൊരു മലയാളം പറഞ്ഞാൽ അല്പം പാടുവരും. സോപ്പെന്ന് പറയാനേ പറ്റൂ. മാലിന്യ ദുരീകരണ പദവിൽപാദന പിണ്ഡം എന്ന് പറയാൻ പറ്റില്ല. ചില പദങ്ങൾ അങ്ങനെ ഉപയോഗിച്ചു പോകും, ക്ഷമിക്കണം. അതുകൊണ്ട് എന്തോ അതെ, അതുകൊണ്ട് ചില പദങ്ങൾ അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ, ക്ഷമിക്കണം. ഹൈപ്പോസ്റ്റാറ്റിക് നേച്ചർ, 2 ഹൈപ്പോസ്റ്റാറ്റിസിസ് യേശുവിലുണ്ട്. ഒന്ന് ഹ്യൂമാനിറ്റി അഥവാ മനുഷ്യത്വം, 2 ദൈവത്വം. ഇത് ഭ്രൂണമായി മറിയയുടെ ഉദരത്തിൽ ഉരുവായി എന്നുള്ളതൊരു മാനുഷിക ജനനബോധത്തിൽ നടത്തുന്ന ഒരു നിരീക്ഷണവും പരികല്പനയും ഒക്കെ തന്നെയാണ്.
യേശുവിൻ്റെ മറിയയുടെ ഉദരത്തിൽ നമ്മൾ ചെന്നിട്ട് രൂപപ്പെട്ടു. അത് കേൾക്കുമ്പോഴേ അതിനകത്ത് തന്നെ ഒരു ചോദ്യത്തിൽ തെറ്റുണ്ട്. കോടാനുകോടി ബീജാണുക്കൾ അങ്ങോട്ട് ചെന്നിട്ട് അതിൽ പലതും നശിച്ചിട്ട് ഒന്ന് ഡെഫിനിറ്റീവ് ന്യൂക്ലിയസുമായിട്ടും മറ്റൊന്ന് ചെന്നിട്ടൊരു അണ്ഡവുമായിട്ട് സംയോജിച്ചിട്ട് അതുവഴി ഉണ്ടാകുന്ന ഒരു പുത്ര രൂപവൽക്കരണത്തിൻ്റെ സാമാന്യമായ ജീവശാസ്ത്ര ബോധത്തിൽ നിന്ന് പിറവി കൊള്ളുന്ന ചോദ്യമാണത്. ആ ചോദ്യം കന്യകഗർഭിണിയായി എന്ന് പറയുന്നിടത്ത് പ്രസക്തമല്ല. മനസ്സിലായില്ലേ? എങ്ങനെ പ്രസക്തമാകും? ഒരിക്കലും അങ്ങനെയല്ല. ആ ഇൻസിഡൻറ്റ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഇറ്റ്സ് എ മിസ്റ്ററി. അതൊരു വസ്തുതയാണ്, ഒരു രഹസ്യമാണ്. അവൻ്റെ ജനനം എന്ന് പറയുന്നത് അത്ഭുത ജനനമാണ്. അങ്ങനെ അവൻ ജനിച്ച പോലെ ആരും ജനിച്ചിട്ടില്ല. അതെ, തന്നെയല്ല, മറിയയിൽ നിന്ന് ഒരംശവും യേശു സ്വീകരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഒരംശവും ഒരു പാർട്ടും. പിന്നെ എങ്ങനെ മനുഷ്യനായി? അങ്ങനെ മനുഷ്യനാകാം. അതല്ലേ ആദമായത്, നമ്മുടെ നിന്നൊന്നും സ്വീകരിച്ചല്ലോ. ആദമുണ്ടായതുപോലെ തന്നെ ഒടുക്കത്തെ ആദമിനും അതുപോലെ തന്നെ നിലകൊള്ളാനായിട്ട് പറ്റും. അതൊരു സിമ്പിളായ കാര്യമാണ്. എന്തോ അതെ, അവൻ ജന്മം എടുക്കുകയായിരുന്നു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഞങ്ങളാ പറയുന്ന ചിന്തയിലേക്ക് വരെ ഈ മൊട്ടത്തോടെന്നുള്ള ഉദാഹരണമൊക്കെ ആ ആവേശം കയറി പറഞ്ഞാണ്. അതൊക്കെ പിൻവലിക്കേണ്ട ഒന്നാണ്. അതും ശരിയല്ല. എന്നാൽ മറിച്ച് അതിനൊക്കെ അപ്പുറത്ത് മറിയയുടെ കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു 100%. മറിയ വളരെ ആദരണീയായൊരു സ്ത്രീയല്ല. ഇതല്ലേ എലിസബത്ത് പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ പിള്ള യോഹന്നാൻ ഉള്ളത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. അത് വലിയൊരു അനുഭവമാണ്. അപ്പോൾ അതേ വിധത്തിലുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് മറിയ. പക്ഷെ മറിയെക്കുറിച്ചുള്ള നമ്മളുടെ അടുത്തൊരു നിരീക്ഷണം, മറിയ എൻ്റെ അമ്മയെപ്പോലെ, നിങ്ങളുടെ അമ്മയെപ്പോലെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അമ്മയെപ്പോലെ ഒരാളാണ് എന്ന് വിശ്വസിക്കുന്നതിൽ എന്താ തെറ്റ്? അതുപോലെ തന്നെ യേശു അങ്ങനല്ലേ വന്നത്. അല്ല, നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു പ്രഭാവലയൊന്നും യേശുവിൻ്റെ ചുറ്റുമില്ല. അതുകൊണ്ട് രാത്രിക്ക് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ യേശു ആരെ ശിഷ്യനാരെന്ന് അറിയാത്തതുകൊണ്ട് യൂദയ്ക്ക് ചുംബനം കൊടുക്കേണ്ടി വരുന്നത് എന്നെ നിങ്ങളെയും പോലൊരു സാധാരണ മനുഷ്യനായിട്ടാണ്. അതാണ് ക്രിസ്തു മഹത്വം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ ദൂതഗണങ്ങളുടെ ആരാധന കൈപ്പറ്റുന്ന ക്രിസ്തുവിനേക്കാൾ ശ്രേഷ്ഠൻ എന്നെയും നിങ്ങളെയും പോലെ ഒരു മനുഷ്യനായിട്ട് ഇവിടെ വന്നു എന്നതാണ് യേശുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് മനുഷ്യത്വം വെളിപ്പെടുത്തുകയാണ് കർത്താവ് ചെയ്തത്. സാറ് പറഞ്ഞ പോലെ. അപ്പോൾ അടുത്തായിട്ട് പറയട്ടെ, ഈ ചോദിച്ച വിഷയത്തിലേക്ക് നേരെ ഒന്ന് വന്നാൽ, ഈ 5 പേരുണ്ട് എന്ന് ഞാൻ പറയുന്നത് ആദ്യ വായനയിലാണ്. എനിക്ക് പ്രഥമദൃഷ്ട്യാ വായിച്ചിട്ട് ബോധ്യം വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കും പ്രഥമദൃഷ്ട്യാ വായിച്ചാൽ അതേ ബോധ്യം വരൂ. രണ്ടാമത് പറഞ്ഞ കുറേ കൂടെ ഇരുന്ന് ചിന്തിക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ, ഇപ്പോൾ വ്യാഖ്യാനം ആരാ പറയുന്നത് നിങ്ങൾ ഓർക്കണം, അത് നിങ്ങൾ പറയുന്നതാവും ശരി. അതിനകത്ത് എനിക്ക് ശാഠ്യം. നിങ്ങൾ പറയുന്ന പോലെ അനിയൻ്റെ മക്കളാണ്, ചേട്ടൻ്റെ മക്കളാണെന്ന് പറയുന്നതിനൊന്നും എനിക്കൊരു വിഷമമില്ല. പക്ഷെ പ്രസവിച്ചില്ല എന്ന് പറയരുത്. കാരണം അദ്ദേഹം രണ്ടാമത് നമ്മൾ പറഞ്ഞു, യേശു ജനിക്കുന്നത് വരെ മറിയെ പരിഗ്രഹിച്ചില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ പിന്നെ കന്യക എന്ന പ്രയോഗത്തിന് അർത്ഥമേ അവിടെ ഇല്ല. അതിന് ഒരു അർത്ഥമില്ല. പിന്നെ നിത്യകന്യകയല്ല മറിയ. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബൈബിളിലൊന്നും ഇല്ലാത്ത ഈ നിത്യകന്യകാ പരിവേഷം എന്തിനു നൽകുന്നു? അടുത്തത് ഞങ്ങളുടെ പാണ്ഡനാടോട് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ് മുമ്പൊരിക്കൽ. അദ്ദേഹം അതിനെ നന്നായിട്ട് ഫേസ് ചെയ്തു. ആ ചോദ്യം, ഈ മറിയ എന്ന് പറയുന്ന ആൾ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ഒരുവനെയാണ് ഗർഭം ധരിച്ച് പ്രസവിച്ചതെങ്കിൽ മറിയയ്ക്ക് ജന്മം കൊടുത്ത ഉദരത്തിനും ഇതേ യോഗ്യത വേണ്ടേ? ഹൗവയുടെ വഴിയിലൂടെ വരാൻ പാടില്ല. ഹൗവയിലൂടെ ജനിച്ചാൽ എങ്ങനെ മറിയ അമലോത്ഭവയാകുന്നത്? ആ ജനസിലൂടെ വരാൻ പറ്റില്ല. മറിയയ്ക്ക് വേറൊരു ജനറേഷൻ നിങ്ങൾ പറയേണ്ടി വരും. പിന്നെ ക്രൂശീകരണം വേണ്ടാന്ന് പറയുമ്പോഴും എല്ലാവരും മറിയയുടെ മക്കളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. കാരണം ക്രൂശീകരണത്തിന് പ്രസക്തിയില്ല. അതുവഴി രക്ഷാസിദ്ധാന്തം പാടെ തള്ളിപ്പോവാണ്. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ ഏച്ചു വെച്ചാലും യോജിക്കാത്ത ഒരു സിദ്ധാന്തമാണ് മെരിയോളജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പറയുന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഓർത്തഡോക്സുകാരന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് കാത്തലിക്സിൻ്റെ മരിയോളജി. ആ മരിയോളജിയിലെ ഒട്ടേറെ അപാകതകൾ. പക്ഷേ ആ മരിയോളജി കഴിഞ്ഞാൽ കാത്തലിസിസത്തിന് നിലനിൽപ്പില്ല. കാരണം അതിൻ്റെ ത്രെഡ് കിടക്കുന്ന അവിടെയാണ്. ഞാനീ പറയുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് വൈകാര്യമായി ബാധിക്കുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം അനേക ആൾക്ക്. കാരണം ദേ ആർ ദ ഫോളോവേഴ്സ് ഓഫ് ഏതോ ഒരു മറിയ, അതായത് യേശുവിൻ്റെ അമ്മയായ മറിയല്ല. അതാണ് കാരണം. അവർ കണ്ടുപോയ ശീലിച്ചു പോയ ഒരു ശില്പത്തിൻ്റെ പിന്നാലെ അനുഗമിക്കുക. ഇത് ആരുടേതെന്ന് പോലും അറിയാതെ വണങ്ങുക. ഞാൻ എൻ്റെ ഒരു വൈകാരികമായൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഞാൻ എൻ്റെ പിതാവിൻ്റെ മരണം ചെറുപ്പത്തിലേ സംഭവിച്ചു. എൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹം മരിച്ചു. 45 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന് അന്ന് പ്രായം. അദ്ദേഹം മരിച്ചു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹം നിമിത്തം അപ്പൻ എനിക്കൊരു വികാരം തന്നെയാണ്. അതിന് പകരം ആരോ വരച്ചു വെച്ച 4-ാം നൂറ്റാണ്ടിൽ ഒരു പടം കണ്ടിട്ടത് അപ്പനാണെന്ന് വിശ്വസിക്കേണ്ടി വരുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ വികാരങ്ങളെ താലോലിച്ചു പോകാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആരോ വരച്ച ഒരു ചിത്രം, അതിന് ലൂക്കോസിൻ്റെ പേര് ചാർത്തുക, ഇതൊക്കെ തന്നെ ശ്ലൈഹികമല്ല. ഇതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞങ്ങൾ പറയുന്നത് കാത്തലിസം ചെയ്യുന്ന എല്ലാം തെറ്റാണെന്നൊരു വാദം ഞങ്ങൾക്കില്ല. ദയവായി ശ്രദ്ധിക്കുക.
ഈ ലോകത്ത് ഏതൊരാൾ ചെയ്യുന്നതും തെറ്റാന്നല്ല, ബൈബിളിലില്ല ചിലത്, സ്ലീഹന്മാർ അംഗീകരിച്ചിട്ടില്ല ചിലത്. ഇതാണ് ഞങ്ങളുടെ വാദം. ദയവായി ആ വ്യതിരിക്തത നിങ്ങളൊന്ന് കണ്ടു മനസ്സിലാക്കണം. ഞങ്ങളൊരിക്കലും നിങ്ങളുടെ കുറ്റം പറയല്ല സഹോദരങ്ങളെ. നിങ്ങളുടെ പ്രവണത അപ്പോസ്തോലികമല്ല, ക്രൈസ്തവമല്ല, വേദാധാരം ഉള്ളതല്ല. ഒരു നൂറ്റാണ്ടിലെ സഭ, 1-ാം നൂറ്റാണ്ടിലെ സഭ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളുടെ ഒരു മായിക ലോകത്തുകൂടിയാണ് നിങ്ങൾ മനുഷ്യരെ നയിക്കുന്നത്. അവിടെയാണ് വിയോജിപ്പ്. ആ വിയോജിപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് തമ്മിൽ. ഓക്കെ, ദൈവസന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവോട് ആലോചന ചോദിച്ചിട്ട് പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവ് അല്ലെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നാൽ ഈ വലത് കൈ മുറിച്ച് നിങ്ങൾക്ക് തരാം. ചോദ്യത്തിന് അവസരമുണ്ട്. ചോദ്യത്തിന് അവസരമുണ്ട്. സമയമൊക്കെ മോഡറേറ്റർ അനുവദിക്കുന്നവരെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. നമ്മൾ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു. മറിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായ വികാര വിക്ഷോഭം കണ്ടോ? അത് മനസ്സിലായില്ലേ? അത് തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. സ്തോത്രം. ഇല്ല, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇല്ല. ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം അതാണ്. തെറ്റുപറ്റാത്ത ദൈവപുത്രൻ അവൻ്റെ അനാദി നിർണയത്തിൽ ജഡമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്ന അത്ഭുത സംഭവമായ സുവിശേഷം ഞങ്ങളുടെ ആവേശമാണ്. അത് ഞങ്ങളുടെ സിരാഞരമ്പുകളിൽ പടർന്നു കയറുന്ന ഉജ്ജ്വല ലഹരിയാണ്. സ്തോത്രം. പ്രൈസലോ. ഒപ്പം ഞങ്ങൾ മറിയെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, യോസേഫിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അപ്പോൾ അടുത്തത് കൈമുറിക്കേണ്ട കാര്യമില്ല. അത്രത്തോളം അദ്ദേഹം വില്ലിംഗ് ആണത്. ഞങ്ങൾ യേശുവിന് വേണ്ടി മരിക്കാനേ തയ്യാറുള്ളൂ. സഭയ്ക്ക് വേണ്ടി പോലും തല്ലുകൊള്ളാൻ താല്പര്യമില്ലാത്തവരാ യേശുവിന് വേണ്ടി. മനസ്സിലായി? വ്യത്യാസമുണ്ട്. ഓർഗനൈസേഷനാണ് ചർച്ച എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ എല്ലാം തന്നെ അങ്ങനെയാണ്. ഇവിടെ സാറ് പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് വരാം. സാറ് പറഞ്ഞത് മറിയെ പ്രസവിച്ചു എന്ന് തെളിയിക്കാമോ? ഞാൻ പറഞ്ഞത് മറിയെ പരിഗ്രഹിച്ചു എന്നൊരു പ്രയോഗമാണ്. അവിടെ ഒരു കാര്യം ക്ഷമിക്കണം, എനിക്കിതിലപ്പുറത്തൊന്നും പറയാനായിട്ടാവില്ല. ഒരു പുരുഷൻ ഒരു വീട്ടിലിരുന്നിട്ട് പുകാന്തരം പറയുക, ഞാനിവിടെ ഒരു സ്ത്രീയെ കണ്ടു പരിഗ്രഹിച്ചില്ല. വെറുതെ പറയേണ്ട കാര്യമുണ്ടോ? വെറുതെ പറയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഒരു പ്രശ്നമില്ല. അടിമേടിക്കുന്ന കേസാണ്. അങ്ങനെയാണെങ്കിൽ ആ ചിന്ത പറഞ്ഞാൽ തന്നെ അടിമേടിക്കും. മത്തായി എന്തിനു പറയുന്നു ഈ കാര്യം? നിങ്ങളെന്ത് പറയും? മത്തായി ഒരാവശ്യമില്ലാത്ത പറയാം, അതുവരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. അതുവരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. ആജീവനാന്തമെന്നാണെങ്കിൽ നമുക്കിത് സമ്മതിക്കാമായിരുന്നു. ഇത് അതുവരെ. അപ്പോൾ ഇത് സാന്ദർഭികമാണോ ഈ പറയാം? 1. 2, വീണ്ടും കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള സൂചന. രണ്ടാമത്തെ കാര്യം, ഈ മറിയയ്ക്ക് എത്ര മക്കളുണ്ട്, അവർക്കെത്ര ഇതുണ്ട്, ഇതെല്ലാം എഴുതാനുള്ള മറിയയുടെ ഡയറി കുറിപ്പല്ല തിരുവെഴുത്ത്. മനസ്സിലായില്ലേ? പൗലോസിന് ഭാര്യയുണ്ടോ എന്ന് എഴുതുന്ന ഡയറി കുറിപ്പല്ലിത്. അതിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ. ഒരു കാര്യം കേട്ടോ, നിങ്ങളൊന്ന് കേൾക്കണേ. ലൂക്കോസ് അദ്ദേഹത്തിനോട് പറഞ്ഞ അടുത്തൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പരിശുദ്ധാത്മാവിൽ നമ്മുടെ എലിസബത്ത് വിളിച്ചു, എൻ്റെ കർത്താവിൻ്റെ മാതാവ്. ഞാനും വിളിക്കും എൻ്റെ കർത്താവിൻ്റെ മാതാവ് എന്ന് വിളിക്കാൻ എനിക്കെന്താ മടി? അത് ജീവനുള്ള ഒരാളിനെ വേണം. മരിച്ച് എങ്ങോട്ട് പോയെന്നൊന്നും ഒരു പിടിയില്ലാത്ത ആളിനെ ഞാൻ എവിടെ പോയെന്നുകൊണ്ട് വിളിക്കും എൻ്റെ കർത്താവിൻ്റെ മാതാവെന്ന്. ഇന്ന് മറിയ ഉണ്ടെങ്കിലേ ആ വിളിക്ക് അർത്ഥമുള്ളൂ. ഞങ്ങളും വിളിക്കും, ഒരു കുഴപ്പമില്ല. അത് അതെ. അടുത്ത അവൾ പറയുന്നത് ഞാൻ കർത്താവിൻ്റെ ദാസി. അടുത്തൊരു കാര്യം കൂടെ, ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുക, അവൾ ആദ്യജാതനായ എന്തോന്നാ? ആദ്യജാതൻ, ഫസ്റ്റ് ബോൺ. ഇത് ബൈബിൾ ഒത്തിരി എടുത്തുള്ളൊരു പ്രയോഗമാണ്, ഫസ്റ്റ് ബോൺ അല്ലേ? ആദ്യജാതനായ, ഫസ്റ്റ് ബോണായ, പ്രോട്ടോടോക്കോൺ, ഗ്രീക്കിൽ കിടക്കുന്ന പ്രോട്ടോടോക്കോണായ ആ മകനെ പ്രസവിക്കും വരെ പ്രസവിച്ചു. ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ഒരു മകനെ ഉള്ളെങ്കിൽ ആദ്യജാതൻ എന്ന പദത്തിന് എന്താ അർത്ഥം? എത്രയോ മക്കളുണ്ട്. നിൽക്കേ, പറയട്ടെ, ഞാൻ പറഞ്ഞങ്ങ് തീർത്തോട്ടെ, സാറിന് ഇടപെടാം. ആദ്യജാതനായ മകനെ പ്രസവിച്ചു, പ്രോട്ടോടോക്കോൺ. ഈ പ്രയോഗങ്ങൾ പിന്നെയും എടുത്താൽ പ്രോട്ടോ, ഡ്യൂട്രോ, ടിട്രോ ഇങ്ങനെ പറഞ്ഞ ഗ്രീക്കിൽ എണ്ണം പോകുന്ന അങ്ങോട്ട് 1 2 3 എന്നൊക്കെ പറയുന്ന പോലെ പോകുന്നത്. പ്രോട്ടോ, ഫസ്റ്റ് വൺ, ആദ്യത്തേതിനെ, ഒന്നാമത്തേതിനെ പ്രസവിച്ചു. പ്രോട്ടോ അല്ല, വേറെ വാക്കവിടെ ഇല്ല, പ്രോട്ടോ. അപ്പോൾ ഇതേ കാര്യം പിന്നെ നമ്മൾ കിടക്കുന്നത് ഇവിടെ ആദ്യജാതന്മാരെ സംഹരിച്ചു, അവിടെ ജനിച്ച കുട്ടികളെ സംഹരിച്ചു. അപ്പോൾ രണ്ടാമത് കുട്ടികളുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത്. അല്ല ഞങ്ങളത് ഏറ്റവും വലിയ ഞങ്ങളുടെ ചിന്തയോ ദൈവശാസ്ത്ര വീക്ഷണമോ ഒന്നും അല്ലി പറഞ്ഞു വരുന്നത്. അത് പ്രഥമ ദൃഷ്ടിയ നമുക്ക് വായിച്ചാൽ ബോധ്യം വരുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ ദൈവകൃപയിലാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ പറയാണ്, കാനാവിലെ കല്യാണത്തിന് യേശു അവിടെ ചെന്നു. അതിൻ്റെ അർത്ഥം പറയാൻ പിന്നെയും പ്രാർത്ഥിക്കണം. അത് അതിനാണ് നമുക്ക് വിവേകം ദൈവം തന്നിരിക്കുന്നത്. കാനാവിൽ ചെന്നു എന്ന് പറഞ്ഞാൽ കാനാവിൽ ചെന്നു, അതതിൻ്റെ അർത്ഥം. പിന്നെ വ്യാഖ്യാനങ്ങളുണ്ട് അതിൻ്റെ പൊരുൾ, അതാണ് സത്യം. വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, തനിക്ക് വെളിപ്പെട്ടു. അത് ശരിയായിരിക്കാം, അതിൽ നമുക്ക് തർക്കമില്ല. ഇങ്ങനെ ഒത്തിരി പേർക്ക് വെളിപ്പെട്ടു
ഇങ്ങനെ നമ്മുടെ നാട്ടിലൊരു സഹോദരന് വെളിപ്പെട്ടു, യേശു പാലസ്തീനിൽ പാവികളായ യഹൂദന്മാരെ രക്ഷിക്കാൻ വന്ന പോലെ ഞാനാണ് ഇവിടെ വെളിപ്പെട്ടത് എന്ന് പറഞ്ഞൊരാളുണ്ട്. അതിൻ്റെ കാരണം എന്താ? അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ വേദപുസ്തകത്തിൽ അടിസ്ഥാനമില്ല. അത് നമ്മുടെ ഇടയിൽ കൊണ്ട് വെളിപ്പാടാന്ന് പറഞ്ഞതൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾ, അതിനടിസ്ഥാനമില്ല. ഞങ്ങളിവിടെ പറയുന്നൊരു കാര്യം, സാറൊരു കാര്യം എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന രണ്ടുപേരാ. തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ആയിരക്കണക്കിന് ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചതുമായ കാര്യം, മറിയ എന്നത് നിത്യകന്യകയായിരുന്നു എന്നൊരു പ്രയോഗം വളരെ വേദവിപരീതമാണ്. മറിയ എന്ന കർത്തൃദാസി പ്രസവിച്ചു. മാത്രമല്ല ഈ പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാ വിളിച്ചേ? എലിസബത്ത് വിളിച്ചപ്പോൾ മറിയ പ്രതികരിച്ചത്, ഞാൻ കർത്താവിൻ്റെ ദാസി. അടുത്തത് ഇതേ ഞങ്ങളും പറയുന്നുള്ളൂ. അടുത്തത് യേശു എങ്ങനെ മറിയെ വിളിച്ചേ? സ്ത്രീയെ. ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു മനുഷ്യനാണ് വിളിച്ചത്. ഇല്ല, പരിശുദ്ധാത്മാവ് നേരിട്ട് വന്ന് ദൈവമാതാവെന്ന് വിളിക്കല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വിളിച്ചു, ഒരു സഹോദരി വിളിച്ചു. യേശു തിരിച്ച് വിളിച്ചത് സ്ത്രീയെ. യേശുവിന് മറിയെ അമ്മയെന്ന് വിളിക്കാൻ പറ്റിയ നല്ലൊരു സന്ദർഭം ഉണ്ടായിരുന്നു, ക്രൂശിൽ ലാസ്റ്റ് വേളയാണ്. ഇതിലും വലിയൊരു കാര്യം കൂടി കേട്ടോ. അവിടെ കിടക്കുമ്പോൾ യേശു പറഞ്ഞ എന്താ? അഡൽഹോസ്, അല്ലയോ ബ്രദറെ, ഇതാ നിൻ്റെ അമ്മ, ഇതാ സ്ത്രീയെ നിൻ്റെ മകൻ. യേശുവിൻ്റെ അരികിൽ കാവർന്ന ഭൂമിയിൽ യേശു ഇരിക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ സഹോദരങ്ങൾ ഇത് കാണാൻ വെയിറ്റ് ചെയ്യുന്നു. കർത്താവ് പറഞ്ഞു, ആരാണ് എൻ്റെ അപ്പനും അമ്മയും ഒക്കെ? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ. ജീവിതത്തിൽ ഒരിക്കലും യേശു കാട്ടാത്ത ഈ മാതൃക, യേശു എവിടെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പൂജ അർപ്പിക്കാനോ ശിഷ്യന്മാരെ കൊണ്ട് ആ കാൽക്കൽ വീഴാനോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ലെന്ന് മാത്രമല്ല, നിർണായക ഘട്ടങ്ങളിൽ മറിയെ അത്തരത്തിൽ നിരാകരിക്കുന്ന കാഴ്ചയും കാണാം. അതിനൊരു തെളിവ് പറയാം. കാനാവിലെ കല്യാണത്തിന് ഇവർ മധ്യസ്ഥതയ്ക്ക് ഉപയോഗിക്കുന്ന അതേ വാക്യം തന്നെ ഞാൻ പറയാം. അവിടെ വന്നിട്ട് എന്താ പറഞ്ഞത്? ഇവർക്ക് വീഞ്ഞ് പോരാ, വീഞ്ഞില്ല എന്ന് വന്നപ്പോൾ യേശു തിരിച്ചു പറഞ്ഞ എന്തെന്നാ? സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്താ? ഇത് ഈ പ്രയോഗം ഓർക്കണം. ഇത് യേശുവിന് മുമ്പും ഈ പ്രയോഗമുണ്ട്. എവിടെയെന്നറിയണ്ടേ? മകൻ മരിച്ചുപോയ ആ സ്ത്രീ വന്ന് പ്രവാചകനെ കണ്ടിട്ട് പറയുകയാണ്, ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സെരുവിയുടെ മക്കളെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ യേശുവിനെ കണ്ടിട്ട് പറയുക, യേശുവേ, മഹോന്നതനായ ദൈവപുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇതൊരു ശൈലീ പ്രയോഗമാണ് അവിടെ. അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ എൻ്റെ നിലയിലോ നീ നിൻ്റെ നിലയിലോ കൈകാര്യം ചെയ്യേണ്ട കാര്യം. ഇത് കൂട്ടുകൃഷിയല്ല, മനസ്സിലായില്ലേ? ഇത് ഞാൻ ചെയ്യാം. എൻ്റെ കൈറോസ് നാഴിക ഇതുവരെ വന്നിട്ടില്ല, ഞാൻ എൻ്റെ നിലയിൽ ചെയ്യും. കർത്താവ് ഒരിക്കലും മറിയെ രക്ഷാകരണ പദ്ധതിക്ക് കൂടെ കൂട്ടിയില്ല. ഒരു പ്രവൃത്തിക്കും മറിയയുടെ സഹായം യേശു സ്വീകരിച്ചില്ല. അവൻ ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് മാത്രമല്ല, യേശുവിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവന് തുല്യനായി ആരുമില്ല. അതാ പറഞ്ഞു വരുന്നത്. സഹരക്ഷകയായിരിക്കുക എന്ന പ്രയോഗം ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാനവിടെ പുനഃസംവാദത്തിന് തയ്യാറാണ്, അതിനുള്ള അവസരം കണ്ടുപിടിക്കാം. പക്ഷേ ശ്ലൈക പാരമ്പര്യം എന്ന ടോപ്പിക്കിൽ നിന്ന് വഴുതി മാറാൻ അതൊരു കാരണമാകല്ലേ, അതിനകത്ത് തന്നെ നിൽക്കണം. കേൾക്കുക. ഈ അക്കാലത്ത് ഒരാൾക്ക് 2 പേര് വരിക, 2-ലധികം പേര് വരുന്നത് ഒരു സംസ്കാരമുണ്ട്. ദിദിമോസ് എന്ന തോമസ്, ബർണബാസ് പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള യോസേഫ് എന്ന അപ്പോസ്തലന്മാർ പറഞ്ഞ ആ യോസേഫ് എന്ന പേരുള്ള സൈപ്രസ് ദ്വീപുകാരനായ ബർണബാസ്. പോസ്റ്റ്മാൻ വല്ലാതെ വിഷമിച്ചു അഡ്രസ്സ് കൊണ്ട് എഴുത്ത് കൊടുക്കാൻ. അങ്ങനെയുള്ള ബർണബാസിനെ കാണുന്നു. ഒരാൾക്ക് 2 പേരുണ്ടെന്ന്, മറുപേരുള്ള ഒരു ശൈലി. അതിൻ്റെ കാരണം, ഒരു കുട്ടി യഹൂദന്മാർക്കിടയിൽ ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് യഹൂദന്മാരൊരു ജൂതപ്പേരിടും, യഹൂദന്മാരുടെ പേര്. പക്ഷേ ഈ കുട്ടിയെ റോമൻ അടിമത്ത കാലഘട്ടത്തിൽ റോമക്കാരൻ വേറൊരു പേരും കിടും. ഉദാഹരണം, നമ്മളിവിടെ ഒരു ഭായിയെ കണ്ടിട്ട് അവൻ്റെ പേര് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മളവനെ ബാബു നമ്മൾ വിളിച്ചൊന്ന് കൂട്ടിക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല, അവൻ്റെ ആ പേര് വഴങ്ങത്തില്ല. ലാൽ, മ്യാങ്, താങ്, സിങ്, സുലൂങ് എന്നൊക്കെ ആയിരിക്കും അവൻ്റെ പേര്. അതിന് വരെ നമ്മളവനെ ബിജു എന്ന് പേരിട്ടങ്ങ് വിളിച്ചൊന്ന് കൂട്ടിക്കോ, ക്ഷമിക്കണം, അങ്ങനെ ആ പേരുള്ളവരുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ഇവൻ ബിജുവായി ഒരുപോലെ ഇതുമാവും. അപ്പോൾ ഈ റോമക്കാർ ചെയ്യുന്നത് പലപ്പോഴും ഇടുന്ന ഇവൻ്റെ ഒരു ദൈവത്തിൻ്റെ പേരായിടുന്നത്. അതുകൊണ്ട് ഈ പേര് യഹൂദനൊരു വല്ലാത്ത ബുദ്ധിമുട്ട്. അതുകൊണ്ട് യഹൂദൻ ജനിക്കുമ്പോഴേ ഒരു കുഞ്ഞിന് 2 അതിലധികം പേരിടും. അതൊരു സംസ്കാരമാണ്. എന്താണെന്നറിയണ്ടേ? ഇത് ഞാൻ കാത്തലിക് ഡിക്ഷണറികൾ നോക്കി പറയുന്നത് കേട്ടോ. അതിന് വേണം തെളിവ് തരാം, ധാരാളം വേണമെങ്കിൽ തരാം. അപ്പോൾ അതിൽ പറയുന്നത് എന്താ അറിയണ്ടേ? എൻ്റെ കാരണം, ഈ പേരിൻ്റെ സമാന അർത്ഥമുള്ള ഒരു പേരായിരിക്കും അപ്പുറത്ത് വിടുക. അപ്പോൾ അതുകൊണ്ട് ഈ യാക്കോബ് എന്നുള്ള പേര് പലർക്കും ഉണ്ട്. തദ്ദായിയുടെ പേര് ഒരു ലിസ്റ്റിൽ കാണുന്നില്ല, തദ്ദായി ആ പേര് ഒരു ലിസ്റ്റിൽ കാണുന്നില്ല. അപ്പോൾ ഈ ഒരു പേരിൻ്റെ കാരണത്താൽ യേശുവിൻ്റെ സഹോദരനായ
യാക്കോബിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. ഡയറക്റ്റ് യേശുവിൻ്റെ അനുജനായ യാക്കോബുണ്ട്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ കണ്ടു എന്ന് കരുതി ഇത് ഇങ്ങനെ ഒരാളില്ലെന്ന് എങ്ങനെ അർത്ഥം വരുന്നത്? അദ്ദേഹത്തെ കണ്ടു അതുകൊണ്ട് ഇങ്ങനെ ഒരാളില്ല എന്നർത്ഥം ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പോൾ അനിലിന് വേറൊരാളെ നിങ്ങൾ അവിടെ കണ്ടു എന്നതിൻ്റെ അർത്ഥം എന്നെ കണ്ടിട്ടില്ലെന്നല്ല, അല്ലെ എന്നെ കണ്ടെന്ന് പറഞ്ഞാൽ വേറൊരാളെ കണ്ടിട്ടില്ലെന്നല്ല. അത് വായനയുടെ സാമാന്യ രീതി കൊണ്ട് എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, മുമ്പ് പറഞ്ഞ പോലെ ഒരുതരം ദുശാഠ്യമാണ് അങ്ങനെ വരണമെന്ന് ചിന്തിക്കുന്നത്. ആ വഴിക്ക് തന്നെ വരണമെന്ന് ചിന്തിക്കാത്ത സ്വതന്ത്രമായി തിരുവെടുത്ത് പഠിക്കുക, ഈസി ആയിട്ട് മനസ്സിലാവും. സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് തന്നെ ഇതിന്